ഞാൻ കോർപ്പറേറ്റാണ്. പക്ഷെ അത് ഞാൻ കോർപ്പറേറ്റായിട്ട് എന്നെ നിങ്ങളുടെ മുമ്പ് അവതരിപ്പിച്ചത് ഉദാഹരണമാണ്. ഞാനൊരു വ്യക്തിയാണ്, ഞാൻ ഒബക്സോളയാണ്. ഞാൻ പറയുന്നത് ചരിത്രം കണ്ട പൊട്ടത്തരത്തിൻ്റെ ആഴങ്ങളിലോട്ട് നമ്മൾ എത്തിയതാണ്. ഒന്ന് നിരോധിക്കാനുള്ളതല്ല എൻ്റെ പ്രേക്ഷകരെ. പിന്നെ ഇത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് മതപണ്ഡിതന്മാർക്കും ജാതിസ്വമുള്ളവർക്കും എന്തോ ഇതൊക്കെ തെറ്റാണെന്ന് ധരിച്ചിരിക്കുന്നവർക്കൊക്കെ പലതും പറയും. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾക്ക് അസുഖം വന്നാൽ നിങ്ങൾ ഡ്രഗ്സ് എടുക്കുന്നില്ലേ? ഡ്രഗ്സ് എന്ന് കേട്ടാൽ നിങ്ങൾ വിചാരിക്കും മറ്റതാണ്. നല്ല മനുഷ്യ മരുന്ന് കഴിക്കുന്നില്ലേ? മെഡിസിൻ എടുക്കുന്നുണ്ടോ? മെഡിസിൻ ഡ്രഗ്സ് ആണ്. ഡ്രഗ്സ് എന്തെന്ന് പറഞ്ഞതാണ്, ഓരോ സ്റ്റെംസിൽ നിന്നോ എന്തിൽ നിന്നെങ്കിലും വേർതിരിച്ചെടുത്തിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന വൈറസുകൾ വലുതാവുമ്പോൾ അതിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഹെൽത്ത് നിർത്താൻ കരുതി എടുക്കുന്ന സാധനമാണ്. അതില്ലാതെ ഇവിടെ മലയാളിക്ക് ഇപ്പോൾ ജീവിക്കാൻ പറ്റില്ല. കാരണം എന്താണ്, ഇവിടുത്തെ ഹോസ്പിറ്റൽ, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുള്ള സ്ഥലം, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മെഡിക്കൽ സ്റ്റോറുള്ള സ്ഥലം, ലോകത്ത് ഏറ്റവും കൂടുതൽ മരുന്ന് തിന്നണ ജനം, ആളോഹരി. അതാണ് ഞാൻ പറഞ്ഞത്, ആളോഹരി വരുമാനം, ആളോഹരി എക്സ്പെൻസിൽ ഏറ്റവും കൂടുതൽ മരുന്ന് തിന്നണ സ്ഥലം ജനം. ആയുർദൈർഘ്യം കൂടിയിട്ടുണ്ട്, അതെല്ലാടെ കൂടിയിട്ടില്ലേ? അപ്പൊ ഇങ്ങനെ ഞാനിതെല്ലാം നിങ്ങളുടെ എക്സാമ്പിൾ പറയാനായിരുന്നു, മനസ്സിലാക്കും നിങ്ങൾ. ഇങ്ങനെയുള്ള നമ്മളെ നാട്ടിൽ 30 വർഷത്തിന് മുമ്പേ ഇവിടെ എന്തോ ഇതൊക്കെ നിരോധിച്ചപ്പോൾ ഭയങ്കര ആഘോഷമൊക്കെ നടക്കണുണ്ട്. പക്ഷെ അതൊന്നും ഗുണമില്ലെന്നാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്. ഞാൻ ഇപ്പോൾ ഒരു വ്യക്തിയായി, ഞാൻ ഒരു സാധാരണ ഇന്ത്യൻ പൗരനായി, ഞാൻ ഇനി സംസാരിക്കുന്ന ഇന്ത്യൻ പൗരനായിട്ടാണ്. ഞാൻ പറയുന്നു, നൊബക്സോള് പറയുന്നു, ചരിത്രം കണ്ട വിഡ്ഢിത്തം. ഇതുപോലല്ലോ, ഇത് ആയിരക്കണക്കിന് വിഡ്ഢിത്തം ഞാൻ കാണിച്ചു തരാം, ലക്ഷക്കണക്കിന് വിഡ്ഢിത്തം. ഈ വിഡ്ഢിത്തത്തിന്റെ പുറകെ നമ്മൾ പോകുമ്പോൾ സംഭവിക്കണമെന്ന് പറഞ്ഞാൽ പുതിയ ജനറേഷന്റെ വരുമാനം കുറയുകയാണ്. ആളോഹരി വരുമാനത്തിൽ നമ്മളെ പിള്ളേരെ വരുമാനം താഴണോണ്ടല്ലേ പിള്ളേർ ഓടണേ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എന്തൊക്കെ മാർക്കറ്റ് ചെയ്യാനുള്ള ചാൻസ് നമ്മുടെ നാട്ടിലുണ്ട് അതൊക്കെ ചെയ്യണം. ഈ നിരോധനം പിൻവലിക്കണം. അത് എന്തുകൊണ്ട് പിൻവലിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാധനം ഉണ്ടാക്കി മാർക്കറ്റ് ചെയ്യാൻ പുതിയ തലമുറയെ പഠിപ്പിക്കണം. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതൊക്കെ ഉപയോഗിക്കണം എങ്ങനെയെന്ന് പുതിയ തലമുറയെ പഠിപ്പിക്കണം. എത്രയാണ് ഇതൊക്കെ ഉപയോഗിക്കേണ്ടത്, ഇതിൻ്റെ അളവെന്ത്? നിങ്ങൾ ഒരു ഗുളിക കഴിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അളവ് ഡോക്ടർ പറയണില്ലേ? അതിനപ്പുറം ഉപയോഗിച്ച് എന്താണ് സംഭവിക്കുന്നത്? ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു അളവുണ്ട്, അതിനപ്പുറം കഴിച്ചാൽ നിങ്ങളുടെ ബോഡിയിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പം എല്ലാം തന്നെ എങ്ങനെ ഉപയോഗിക്കണം എന്നറിയണം. ഉപയോഗിക്കുന്ന വിധം കുട്ടികളിലോട്ട് പഠിപ്പിക്കണം. എന്നിട്ട് ഇതെല്ലാം ലോകം മൊത്തം ആവശ്യമാണെന്ന് പഠിപ്പിക്കണം. ആ ആവശ്യം നമുക്ക് കേരളത്തിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിൽ ഇത് പ്രൊഡക്ടിവിറ്റി ചെയ്യാം. പല സ്റ്റേറ്റുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളാണ് പൊട്ടന്മാർ. ഇവിടെ കുറെ